ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമൊക്കെ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഐശ്വര്യമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അടുക്കളയിലേക്ക് ഞാൻ കയറി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കട്ടൻ ചായ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇക്ക പാൽ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ചായ വെക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ കട്ടൻ ചായ കുടിക്കാനോ ചൂടൻ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പൊടിയിട്ട് കണ്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ പാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ പാൽ ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ടൻ ചായക്ക് ചിലവുണ്ടാകില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെ ഇന്ന് ചീനച്ചട്ടിയിലാണ് കേട്ടോ പത്തിരിക്ക് പൊടി ഞാൻ വാട്ടിയെടുക്കണത്. അതിൻ്റെ അകത്തായതുകൊണ്ടല്ല, കുറച്ച് വലുതാണ്, ഇളക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ചീനച്ചട്ടി എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ അതെ പത്തിരിക്ക് പൊടി വെട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. മടി കാരണം അത് എഡിറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇത് സ്കൂളൊക്കെ ഉള്ള ഒരു സമയത്ത്, ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇത് സ്കൂളുള്ള ഒരു സമയത്ത് നേരത്തെ ഏകദേശം ഒരാഴ്ചയെങ്കിലൊക്കെ ആയി കാണും ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാനും ഇതിനും എല്ലാത്തിനും മടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ കയറി കണ്ട് നോക്കിയാൽ തന്നെ അറിയാം, നേരത്തെയൊക്കെ ഇട്ട അത്രയും വീഡിയോകളൊന്നും ഇപ്പോൾ അങ്ങോട്ട് ഇടുന്നില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, സമയം ഉണ്ടെങ്കിലും വീഡിയോ ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് എഡിറ്റ് ചെയ്ത് കണ്ട് ഇടാനുള്ള മടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മടിയൊന്നും കൂടാതെ തന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു വിചാരം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിക്ക് പൊടിവാട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഒരു ചായ കുടിച്ചിട്ട് തന്നെ ആവാം തുടക്കം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ ചായ കുടിക്കാറില്ല. ആരെങ്കിലും കൂടെ കുടിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തോന്നലിൽ അങ്ങ് കുടിക്കും, അല്ലാതെ ചായ കുടിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇക്ക ചായ എടുക്കാൻ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇക്ക ചായ എടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ എനിക്കും കൂടെ ആവാം എന്ന് വിചാരിച്ച് ഞാൻ 2 ഗ്ലാസ് ചായ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓരോ ചായ കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ ചായ എടുത്ത് അവിടെ വെച്ചു എന്നല്ലാണ്ട് ഞാൻ ആ ചായ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തോന്നുമ്പോൾ കുടിക്കാമല്ലോ. അപ്പോൾ നല്ല ചൂടുമല്ലേ. കട്ടൻ ചായക്ക് ചൂട് കാരണം ഇപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പത്തിരിക്ക് വാട്ടിയ പൊടി ഉണ്ടല്ലോ, അത് ചൂട് മാറുന്നതിൻ്റെ മുമ്പ് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴല്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനത് പൊടി വാട്ടിയതെല്ലാം കൂടെ കവറിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ശകലം ചായ എടുത്തുകൊണ്ട് ഒരു വായിക്ക് ചായ എടുത്ത് കുടിച്ചു, ബാക്കി അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരിക്ക് കറി ഇറച്ചിയൊന്നും അല്ല കേട്ടോ, ഇന്ന് ബീഫ് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മുട്ടയാണ്, പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണത്. ഞാനിത് ചെയ്തത് കുറച്ച് ദിവസം മുമ്പായതുകൊണ്ട് തന്നെ അന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു, അവധിയൊന്നും അല്ല കേട്ടോ. ഒരു ബുധനാഴ്ച എന്തോ ആണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാനിത് എടുത്തത്. എഡിറ്റ് ചെയ്യാൻ മടി കാരണം വീഡിയോ ഗാലറി തന്നെ അങ്ങനെ കിടന്നു. ഇപ്പോൾ അത് എടുത്തെങ്ങാണ്ട് അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അങ്ങോട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ടക്കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആർക്കെങ്കിലുമൊക്കെ വിശക്കുകയോ അല്ലെങ്കിൽ കഴിക്കണം എന്നാൽ ചിലപ്പോൾ മക്കളൊക്കെ ചില ദിവസം രാവിലെ എണീച്ച് വരുന്നത് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറയും. ചിലപ്പോൾ അവരങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടന്ന് പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കൽ. അപ്പോൾ ഞാൻ എന്നും കറിയാണ് ആദ്യം ഉണ്ടാക്കണത്, പിന്നെയാണ് കേട്ടോ കടി ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടി അത് കുഴച്ച് അവിടെ തന്നെ കവറിൽ തന്നെ കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ കവറിലാകുമ്പോൾ അതിൻ്റെ ചൂട് പോകുകയില്ലല്ലോ, അപ്പോൾ അതങ്ങനെ ഇരിക്കുകയും ചെയ്തോളും. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയവും വേണ്ടല്ലോ മുട്ടക്കറി ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരമൊന്നും പത്തിരിയുടെ ഒരു ചൂടൊന്നും കുറയില്ല കേട്ടോ. എന്തായാലും കവറിൽ തന്നെ ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കടുകും കരിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു കേട്ടോ. സവാളയും വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കാണ്, നീളത്തിൽ ചെറിയ രീതിയിൽ തന്നെ അരിഞ്ഞിട്ടേക്കാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളെ മസാലയൊക്കെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് തേങ്ങയും കൂടെ നരച്ചൊഴിച്ച് പിന്നെ മുട്ട കറി വയ്ക്കാനാന്ന് പറഞ്ഞ് മുട്ട മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. പാലും മുട്ട മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ ഇക്ക. അപ്പോൾ ഇക്ക വരുമ്പോഴത്തേക്കും കറി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ട മാത്രം വേവിച്ചങ്ങാണ്ട് തൊണ്ട് കളഞ്ഞങ്ങ് ഇട്ടാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ പണിയൊക്കെ കഴിക്കുന്നത്. പിന്നെ സ്കൂളുള്ള ദിവസമായി കഴിയുമ്പോൾ ഞാൻ പൊതുവേ പത്തിരിയൊന്നും രാവിലെ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. ശനി ഞായറും അവധി ദിവസങ്ങളിലാണ് കേട്ടോ രാവിലെ പത്തിരി ഉണ്ടാക്കാറ്. കാരണം വേറെ ഒന്നുമല്ല, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൻ 8 മണി 8:15 ബസ് വരുമല്ലേ, അപ്പോഴത്തേക്കും എല്ലാ പണികളും പെട്ടെന്ന് തന്നെ കഴിക്കണ്ടേ. അപ്പോൾ രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് പാടല്ലേ. അപ്പോൾ അത് വിചാരിച്ച് കൂടുതലും അപ്പോൾ ഒക്കെ ആകുമ്പോൾ നമ്മൾ തലേദിവസം അരച്ച് വയ്ക്കും. രാവിലെ എണീച്ച് കഴിഞ്ഞ് പിന്നെ അത് അപ്പം ഓരോന്നര ചുട്ടെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ദോശയാണെങ്കിലും അങ്ങനെ തന്നെ, ഇഡ്ഡലി ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി പുട്ടാണെങ്കിലും ഒന്നും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ വാട്ടി അടിച്ചുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സമയമൊന്നും വരുന്നില്ല കേട്ടോ.
പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. പൂരി കുറവാണ് കേട്ടോ, രാവിലെ എണ്ണക്കടിയല്ല, അതുകൊണ്ട് തന്നെ പൂരി കുറവാണ്, വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ അവധിയുള്ള ദിവസങ്ങളിലാണ് പത്തിരിയൊക്കെ ഉണ്ടാക്കാറ്. ഇന്ന് എന്തോ കുറേ നാൾ കൂടിയിട്ടായതുകൊണ്ട് പത്തിരി എന്തോ ഉണ്ടാക്കാനായിട്ടൊരു കൊതിയിട്ടു. അപ്പോൾ വെറുതെ സമയം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കവറിൽ നിന്ന് മാവെടുത്ത് അരിപ്പൊടി വാട്ടി വെച്ചേക്കണം, കുഴച്ച് വെച്ചേക്കണം, എടുത്ത് മാറ്റി ചെറിയ ചെറിയ ബോൾസൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അടുത്തൊന്നും പത്തിരി ഉണ്ടാക്കാത്ത കാരണം ഇപ്പം എന്തോ കഴിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 8 മണിക്ക് മുമ്പ് തന്നെ ചായയും കടിയും കറിയും എല്ലാം തന്നെ റെഡി ആയാലുള്ളൂ എനിക്ക് റിസ്വാനെ സ്കൂളിലേക്ക് വിടാൻ പറ്റുക. അപ്പോൾ അവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടും കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും റെഡി ആവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കയറിയതുകൊണ്ട് എല്ലാം തന്നെ പെട്ടെന്നായിട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും അവർ രണ്ടുപേരും എണിച്ചിട്ട് പോരുമില്ല, നേരം വെളുത്ത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിലുള്ളത് കറക്റ്റ് അങ്ങോട്ട് വടിച്ച് തുടച്ചെടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് അതിൻ്റെ ഇതെല്ലാം സ്പൂൺ വെച്ച് വരണ്ടി എടുത്തെങ്ങാണ്ട് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. കാരണം എന്താണെന്ന് അറിയാം, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പഠിക്കേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ കൊത്തിയെടുക്കാനും വെള്ളത്തോട് കൂടിയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇപ്പം 3 കുഞ്ഞുങ്ങളില്ല, ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. ഒന്നിനെ കീരി പിടിച്ചുകൊണ്ട് പോയിട്ടോ. രാത്രിയാകുമ്പോൾ എന്നും അടുക്കളയിലാണ് ഞാൻ അവരെ ബോക്സിൻ്റെ അകത്താക്കിങ്ങാണ്ട് വെക്കുന്നത്. പകലായി കഴിഞ്ഞാൽ ഇതുപോലെ പുറത്ത് നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. ഒരു ദിവസം കോഴിക്കൂട്ടിൽ പിടിച്ച് വെച്ചതിന് ശേഷം അന്നാണ് കേട്ടോ കോഴീനെ കീരി കൊണ്ടുപോകുന്നത്. നമ്മൾ കോഴിക്കൂടിൻ്റെ ഒരു പട്ടിക അടിച്ചു കൊടുക്കൂലേ, അപ്പോൾ അതിന് ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുവഴി പുറത്തേക്ക് അടി കഴിഞ്ഞിട്ട് കീരി പിടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് കോഴിക്കൂട്ടിൽ ഇടാറേ ഇല്ല. രാവിലെ എണിച്ച് അടുക്കളയിൽ വെട്ടം കണ്ട അപ്പം തന്നെ കോഴി കിയോ കിയോ എന്ന് പറഞ്ഞുകൊണ്ട് എണിച്ച് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നേരം വെളുത്ത് കഴിയുമ്പോൾ പുറത്തേക്ക് നെറ്റിൻ്റെ അകത്തേക്ക് തന്നെ മാറ്റുകയും ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അകത്തേക്ക് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പിൽ തീ കത്തിക്കുകയാണ് കേട്ടോ. തീ കത്തിച്ച് നമ്മൾ പത്തിരി ചുട്ടെടുക്കാനുള്ളൊരു കല്ല് വെച്ചെങ്ങാണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും പത്തിരി കുറേ പരത്തിയെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാവാൻ താമസം ഉണ്ടാകും. പിന്നെ അടുപ്പും തന്നെ ഒന്ന് കത്തി ഉഷാറായി കനലൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ താമസം ഉണ്ടാകുമല്ലേ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ചൂടാവട്ടെ. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പത്തിരി ഒന്ന് കുറേയൊക്കെ അങ്ങോട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചുട്ടെടുക്കലും പത്തിരി പരത്തിയെടുക്കലും രണ്ടും ഒരുമിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ പത്തിരിക്കെല്ലാം ഇവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഇതേ പത്തിരി പരത്തി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഒരു ബോൾ എടുത്ത് പ്രസ്സിലേക്ക് വെച്ച് അത് അങ്ങോട്ട് പ്രസ് ചെയ്തും കണ്ടതേ അതെടുത്ത് പൊക്കിയ ഒരു സമയത്ത് തന്നെ കണ്ടോ നമ്മുടെ ആ പത്തിരി ചുരുണ്ട് അങ്ങ് ചാടിപ്പോയിട്ടോ. പിന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ച് സെറ്റാക്കി എടുത്തത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് കീറിപ്പോകുക ചുരുണ്ട് പോയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നിവർത്തിയെടുത്തു, പിന്നെ പൊടി തട്ടി വെച്ചു കേട്ടോ. അങ്ങനെ ഇനി അടുത്തത് എടുത്ത് പരത്തിയെടുത്തു കേട്ടോ. ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. പിന്നെ ഇക്ക പാലും മുട്ടയും മേടിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പത്തിരി ചൂടാനൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ സഹായിക്കുമായിരിക്കും. പിന്നെ രാവിലെ സ്കൂളുള്ള ദിവസമായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആരും സഹായിച്ചില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് എടുക്കാനുള്ള പണികൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഹിക്ക വന്നു കേട്ടോ. കുറച്ച് പത്തിരി പരത്തി വെച്ചപ്പോഴത്തേക്കും ഹിക്ക വന്നിട്ടുണ്ട്. മുട്ടയും കൊണ്ടുവന്നു, പാലും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മുട്ട വേവിക്കാനായിട്ട് വെക്കണം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാനല്ലേ എളുപ്പം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെറിയ കുടുംബ പാത്രം എടുത്തു. അതിലേക്ക് മുട്ടയും പറക്കിയിട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പത്തിരി ചുട്ടെടുക്കാനായിട്ടുള്ള കല്ല് ചൂടാവാൻ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് പരത്തി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് 2 പണി ഒരുമിച്ച് അങ്ങ് തീരുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചാണ് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ കല്ലിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ. കുഞ്ഞി കല്ലായതുകൊണ്ട് തന്നെ 3 എണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. 3 എണ്ണം നമ്മളങ്ങോട്ട് ഒപ്പിക്കിനെയാണ് കേട്ടോ. പത്തിരിക്ക് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് തന്നെ കല്ലിൻ്റെ പുറത്തേക്കൂടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം വരില്ല. അപ്പോൾ 3 എണ്ണം ആകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ 3 എണ്ണെങ്കിലും ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് ഒരു പത്തിരിക്കല്ല് മേടിക്കണം, കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു പത്തിരിക്കല്ല് മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി ഇതേ കുമ്പളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ പത്തിരിയുടെ പണിയൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കണുണ്ട് കേട്ടോ. ചുടാനുള്ളത് ചുട്ടെടുക്കുന്നുണ്ട്, പരത്താനുള്ളത് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് ചുടാനായിട്ട് വെക്കുമ്പോൾ ആദ്യം നമ്മൾ മറിച്ചിടാനാകുമ്പോഴത്തേക്കും കുറച്ച് താമസം ഉണ്ടല്ലോ. ഒരു 3-4 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളൊന്ന് മറിച്ചിടുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു 2-3 പത്തിരി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പരത്തി വെക്കും കേട്ടോ. അതിൻ്റെ പൊടിയും തട്ടി വയ്ക്കും. അത് കഴിയുമ്പോഴത്തേക്കും പത്തിരി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെയും പരത്തി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പരത്തലും ചുടലും രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ മുട്ട വെന്ത് തുടങ്ങി. ഇനി അതിൻ്റെ തീയൊക്കെ ഒന്ന് കെടുത്തിയിട്ട് തിളച്ച വെള്ളമൊന്ന് മാറ്റിക്കളഞ്ഞ് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ ചൂടാറി തണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് മോന് സ്കൂളിൽ പോകാനായിട്ട് അവനെ ഞാൻ റെഡിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ക്യാമറയിൽ എല്ലാം കൂടെ ഒപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ റെഡിയാക്കാനായിട്ടും ഡ്രസ്സ് മാറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇക്കായാണ് കേട്ടോ പിന്നെ പത്തിരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പത്തിരി ഒന്ന് ചുട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇക്കാനെ ഏൽപ്പിച്ചിട്ട് റിസ്വാനെ സ്കൂളിൽ വിടാനായിട്ട് അവനെ ഡ്രസ്സ് മാറ്റിക്കാനും അവന് ചായ കൊടുക്കാനും ഒക്കെ ആയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുട്ട തണക്കാനായിട്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ച് മുട്ട തണുത്തു. അപ്പോൾ ഇനി അത് തൊണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട മേടിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോൾ അത്രയും കൂടെ സമയം പോകുമല്ലോ. ഇപ്പോൾ നേരത്തെ കറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മുട്ട വേവിച്ചിടാൻ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ഞാൻ രാവിലെ പത്തിരിയൊന്നും ഉണ്ടാക്കാറില്ല. അതിപ്പോൾ ഇന്നിപ്പോൾ എന്തോ തോന്നലിന് അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുട്ടികളെ കാണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇളയവന്. അവന് 2.25 വയസ്സായിട്ടുണ്ട്. അവൻ്റെ പേര് ഐസം എന്നാണ് കേട്ടോ. ഇത് മൂത്തവനാണ്. ഇവന് 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് റിസ്വാൻ എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറുത്ത് കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പണികളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വിശപ്പ് പെട്ടെന്ന് കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പത്തിരിയും കറിയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുക്കളയൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് അങ്ങനെ ഗ്യാസിൽ നിന്ന് മുട്ടക്കറി മാത്രം ചെയ്തുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് മുഷിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തേ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസമൊന്നും ഞാൻ സോപ്പ് ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റവ് കഴുകി എടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ വെക്കുന്ന നമ്മൾ പാത്രം വെക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, അത് ഇരുമ്പാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. നേരത്തേക്ക് അത് മിക്ക ദിവസം ഒന്നരാടം വെച്ചൊക്കെ ഞാൻ സോപ്പ് ഇട്ടും കണ്ട് എന്നും കഴുകി എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറമേ ഉള്ള ഒരു കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ തുരുമ്പ് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കഴുകി നന്നാക്കലില്ല കേട്ടോ. പിന്നെ വല്ലാണ്ട് മുഷിയുമ്പോഴോ ചിലപ്പോൾ പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചങ്ങാണ്ട് തിളച്ചൊഴുകുന്ന സമയത്തോ അങ്ങനെ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ വിസിലടിക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴുകുന്ന സമയത്ത് അങ്ങനെയൊക്കെ മുഷിഞ്ഞ് പറ്റിയതായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ തേച്ച് കഴുകി എടുക്കാറ്. പിന്നെ ജി-ട്രാക്കിൻ്റെ ഇത് നേരത്തെ 1 വർഷത്തെ വാറണ്ടിക്ക് മേടിച്ചതായിരുന്നു. ഇപ്പോൾ എത്രയോ 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. മേടിച്ച് അതുപോലെ തന്നെ പുത്തനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളത് മേടിക്കുന്ന സമയത്ത് എവിടെയും കേൾക്കാത്തൊരു കമ്പനിയാണ്. ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ പെട്ടെന്ന് കേടായി പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കമ്പനിയാണ്, നല്ല സ്റ്റൗവാണ് കേട്ടോ. അങ്ങനെ പുറത്തെ അടുക്കളയൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. ഗ്യാസ് സ്റ്റവും പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും എല്ലാം തുടച്ചെടുത്ത് സ്ലാബുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ട് തൃപ്തിയോടുകൂടി ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് വിശപ്പ് മാറി കഴിക്കാൻ പറ്റുള്ളൂ. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ പെട്ടെന്ന് കഴിക്കലൊക്കെ ആയി കഴിയുമ്പോൾ ഇനി തീരൂല്ലേ, പെട്ടെന്ന് തീരില്ല എന്നൊക്കെ ഉള്ളൊരു ചെറിയ തോന്നലൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും അതേപോലെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് എല്ലാം കുളിയും എല്ലാം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫുഡ് കഴിക്കൽ. ഉച്ചയ്ക്കത്തെ ഊണ് നന്നായിട്ട് കഴിക്കും കേട്ടോ. ബാക്കി രാവിലെയും വൈകുന്നേരമൊക്കെ കണക്കായിരിക്കും കേട്ടോ. കഴിക്കാൻ മടിയായിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിച്ചിട്ട് എണിച്ച് പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ അടപ്പന്തരയൊക്കെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം കൂടെ സിങ്കിലേക്ക് വാരിയിട്ടു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് 2 പിള്ളേരും അവർ 2 പേരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കായും ഉമ്മച്ചിയൊക്കെയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ രാവിലെ ഇന്ന് മുട്ട പത്തിരിയാണ് കേട്ടോ. സാധാരണ മുട്ടക്കറിയൊന്നും ഉണ്ടാക്കലില്ല പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ചിക്കൻ കറി, അതല്ലെങ്കിൽ ബീഫ് കറി, അത് രണ്ടിലേതെങ്കിലും ഒന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു മുട്ടക്കറി വെച്ചെങ്ങാണ്ട്. പിന്നെ ഞാനിത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിച്ച് പാറത്ത് ചെരുവത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ അത് കാസറോളിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഉച്ചയ്ക്കത്തേക്ക് ചൂടായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അതൊന്ന് കഴുകിയെടുത്തു. പിന്നെ അടുപ്പന്തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടിച്ചു വാരി ഒന്ന് തുടയ്ക്കണം. അതിൻ്റെ മുമ്പ് ഈ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണല്ലോ അടിച്ചു വാരി തുടക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്ക് വൃത്തിയാക്കിയിട്ടു.
എല്ലാം തന്നെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എല്ലാ പണിയും കഴിച്ചു കേട്ടോ. ഇനി ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കാനായിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അരി ഇടുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് അടിച്ചു വാരൽ തുടങ്ങി കേട്ടോ. എല്ലാ ദിവസവും ചെയ്യണ പണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടിക്കലും തുടക്കലും അലക്കും ചോറും കറിയും പാത്രം കഴുകും ഇത് തന്നെയല്ലേ നമുക്ക് എപ്പോഴും പണി. പക്ഷെ ഒരു നേരം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീട് കിടക്കണ ഉണ്ടാകുന്നുണ്ടല്ലോ, ഒരു മാസം ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കും കേട്ടോ ആ ഒരു വീട് കിടക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കുട്ടികളെ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കമൻറ്റ് ഉണ്ടല്ലോ, അത് ഒരുപാട് മുമ്പ് ചോദിച്ചേക്കണയാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ട് ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് റിപ്ലൈ ഇപ്പോഴാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളൊരു കമൻസാണ് ഹോം ടൂർ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് സമയം കിട്ടാത്തതുകൊണ്ടല്ല ചെയ്യാത്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയൊക്കെ പോരാ. പിന്നെ അത് മാത്രമല്ല ഭിത്തിയൊക്കെ മക്കൾ വരഞ്ഞങ്ങാണ്ട് ഫുള്ളും ചിത്രമൊക്കെ വരച്ച് വെച്ചും എഴുതും പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിലെ ബോർഡിനെക്കായും കഷ്ടത്തിലാണ് കേട്ടോ നമ്മുടെ ഭിത്തിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൃത്തിയേടല്ലേ എന്ന് വിചാരിച്ചാണ് കേട്ടോ എടുക്കാൻ മടിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെയായിട്ടും അത് ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ചെയ്യാം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കണമല്ലോ. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ആൾക്കാരല്ലേ, അവരല്ലേ നമുക്ക് കമൻറ്റും ഇടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കമൻസിന് ഞാൻ റിപ്ലൈ ഒരു ദിവസം തരും. അങ്ങനെ ഒത്തിരി ഒന്നും നീട്ടി വലിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് കഴുകി സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി. അപ്പോൾ ചാള മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ടേബിൾ എന്നും സോപ്പിട്ട് കഴുകണ അവസ്ഥയായിരിക്കും കേട്ടോ. കാരണം ഒരു ഭയങ്കര മണം പോലെ അതിൻ്റെ ക്ലാവ് ഇങ്ങനെ നിൽക്കും പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ടേബിളൊക്കെ സോപ്പിട്ട് കഴുകി. പിന്നെ അതേപോലെ തന്നെ വാഷിംഗ് ബേസൊക്കെ കഴുകി അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞ് തുടയ്ക്കാനുള്ളതും വെള്ളം എടുത്തു കൊണ്ടുവന്ന് തുടയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ പേന തുടയ്ക്കുന്ന സമയത്താണെങ്കിൽ തുടയ്ക്കാൻ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഫ്ലോർ ക്ലീനറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ അതല്ലെങ്കിൽ സോപ്പ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കും. പിന്നെ ഇതേപോലെ ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മണം, ആ കംഫർട്ടിൻ്റെ മണം നമ്മൾ ഡ്രസ്സിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് നേരം നമ്മുടെ വീടിൻ്റെ അകത്തും നിൽക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞിട്ടും ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാര്യം രാവിലെ തൊട്ടേ കുറച്ച് റിസ്ക് ആയിരുന്നു. കാരണം രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്കൂളുള്ള ദിവസമാണ്. അങ്ങനെ എല്ലാമായിട്ടും 10 മണി 10:30 ആയപ്പോഴത്തേക്കും അടിച്ചു വാരലും തുടക്കലും അടുക്കളയൊക്കെ വൃത്തിയാക്കലും എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ചോറ് അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവണ സമയത്ത് അതൊന്ന് വറുത്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതേ അകത്തുള്ള പകുതി 3/4 പണികളും കഴിഞ്ഞപ്പോഴത്തേക്കും 10:30 സമയം ആവണേ ഉള്ളൂ കേട്ടോ. ഇനി തോരൻ വെക്കണം, കറി ഉണ്ടാക്കണം, പിന്നെ തുണി അലക്കി കുളിക്കുകയും വേണം. അത്രയും പണിയുള്ളൂ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ ആ പയറൊക്കെ ഒന്ന് ഒരുക്കിയെടുത്തു. അത് കഴുകി വാരി അതിലേക്ക് തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് തോരനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. പിന്നെ കറി ഉണ്ടാക്കുന്നത് മോരുകറിയാണ് കേട്ടോ. കുമ്പളങ്ങ ഞാൻ കുക്കറിലിട്ട് വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടെങ്ങാണ്ട്. അപ്പോൾ ഇനി തേങ്ങയൊക്കെ അരപ്പും ചേർത്ത് പിന്നെ അതുപോലെ തന്നെ തൈരും അരച്ചൊഴിച്ച് കറി റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കറി താളിക്കുന്നത്. ഇത് നേരത്തെ അച്ഛന് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ ഒരു പരിപാടിയൊന്നും ഇല്ലാത്തത് കാരണം തന്നെ എനിക്ക് കറിയൊക്കെ താളിച്ചൊഴിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ചെറിയ ചട്ടിയിൽ എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുഞ്ഞ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ, ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ളി തക്കാളി അങ്ങനത്തെയൊക്കെ വറുത്തെടുക്കാനും എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ ഒരു കുഞ്ഞ് ചട്ടി ആയതുകൊണ്ട് തന്നെ. അങ്ങനെ മോരുകറിയിലേക്കുള്ള കരിവേപ്പിലയും കടുകും കൂടെ എല്ലാം ഒന്ന് പൊട്ടിച്ച് കറിയൊന്ന് താളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളും ചോറും കറിയും എല്ലാം തന്നെ ആയിട്ട് ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിലുള്ള എല്ലാ പണിയും കഴിഞ്ഞു. ഇനി കുറച്ച് തുണി കഴുകിയെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് തന്നെ എടുക്കാനുള്ള പണികളെല്ലാം എല്ലാ ദിവസവും നമ്മളല്ലാണ്ട് വേറെ ആരും എടുക്കാനും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് രാവിലെ നേരത്തെ അങ്ങ് ചെയ്തുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഇറങ്ങിയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിങ്ങാണ്ട് വീഡിയോസ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് സ്റ്റവ് ഒന്നും കൂടെ ഒന്ന് തുടച്ചിട്ട് പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ബക്കറ്റ്, വലിയൊരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അലക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തുണി ഉണ്ടാകും. ഇനി ഒരു ദിവസം അലക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും കേട്ടോ. അതായത് 2 ബക്കറ്റ് നിറച്ച് തുണി കഴുകാനുണ്ടാവും കേട്ടോ. അങ്ങനെ തുണി അലക്കാനുള്ളതൊക്കെ അലക്കി വിരിച്ചു. അലക്കും കുളിയും കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കത്തേക്ക് ഊണ് കഴിക്കുന്ന സമയമായി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ പണി ഒരു 12:30 ആയപ്പോഴത്തേക്കും അടുക്കളയിലുള്ളതും പുറത്തുള്ളതും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ല കേട്ടോ. ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.